ഇന്ന് ആർസിട്ടാ നിങ്ങളെ കൊടുക്കാൻ കംപ്ലൈന്റ് ചെയ്യാനാ? നിങ്ങൾ ഇങ്ങനെ അനധികൃതമായി നിങ്ങളെ ഫാസ്ടാഗ് കൊടുക്കല്ലോ ഇവിടെ. ഫാസ്ടാഗ് ഇല്ലായിരുന്നു. കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരമാണെങ്കിലും വാണിജ്യ തലസ്ഥാനം കൊച്ചി ആയതുകൊണ്ട് തന്നെ മൊത്തം കോൺക്രീറ്റ് കാടാണ്. നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. തുടക്കം എന്ന് വെച്ചാല് ഇതൊരു ടെസ്റ്റ് യാത്ര കൂടിയാണ് അല്ലേ കൊമ്മിയ? ഞങ്ങള് ഒരു ചെറിയ വലിയ യാത്രന്റെ ഒരു ഉദ്ദേശമൊക്കെ ഉണ്ട്. നടക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കി കാണണം. ഒരു ചെറിയൊരു കാർ ലൈഫ് ആയിട്ടുള്ള ഒരു ഹാഫ് ഇന്ത്യയോ അല്ലെങ്കിൽ ഒരു ഓൾ ഇന്ത്യ ഒന്നും പറയാൻ പറ്റില്ല. കുറച്ച് ദിവസം ലീവിന് വന്നതല്ല. അപ്പോൾ ആ ദിവസത്തിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് പോയി വരണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുട്ടികളായിട്ടൊക്കെ ആയിട്ട് ഇപ്പോൾ നമ്മളിപ്പം ഡയറക്റ്റ് എറണാകുളത്തേക്ക് പോവുകയാണ്. അവിടെ ചെറിയ കുറച്ച് പണിയുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വർക്കല, ധനുഷ്കോടി, കന്യാകുമാരി അങ്ങനെയൊക്കെ ഒന്ന് കറങ്ങിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു കസിനും ഫാമിലിയും കൂടിയൊക്കെ ആയിട്ട് ജോയിൻ ചെയ്യും. ഞാനിത് എടപ്പാലവിടെ എത്തിയിട്ടുള്ളൂടാ. കുറച്ച് ലേറ്റായി പോവാൻ. 10 മണിക്കൊന്നും ഇറങ്ങിയിട്ടില്ല. 12 മണി എടപ്പാളെത്തിയപ്പോൾ എടപ്പാള് നമുക്കിപ്പോൾ സ്ട്രെയിറ്റ് പോകാൻ കഴിയില്ല. എടപ്പാള് തൊട്ടടുത്ത് തന്നെ ഒരു പാലേപ്പാട റോഡുണ്ട്. ആ പാലേപ്പാട റോഡ് കൂടെ ജസ്റ്റ് അങ്ങോട്ട് കയറിയിട്ട് എടപ്പാൾ ടൗണൊക്കെ അപ്പുറത്ത് കയറും. എന്നിട്ട് പിന്നെ അങ്ങനെയാണ് പോകുന്നത്. ഞങ്ങളങ്ങനെ ഇപ്പം തൃശ്ശൂർ കഴിഞ്ഞ് നമ്മുടെ ഹൈവേ കൊണ്ട് കയറിയിട്ടുള്ളൂ. അപ്പോൾ തന്നെ ഇവിടെ ബാബ് അറേബ്യ, ഗേറ്റ് വേ ഓഫ് അറേബ്യൻ ഡിഷസ്, അലിബാബ്. അപ്പം 3 മണിയായി. ഇപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട് നേരിട്ടുണ്ട് പോകാമെന്ന് വിചാരിക്കുന്നത്. ഇതിനാണ് അധികം അവിടെ തന്നെ കയറി കൊടുക്കുന്നത്. ബാബൽ അറേബ്യനല്ലേ? അതന്നെ. നല്ല ഫുഡ് ഇരുന്നിട്ടാ. ബിരിയാണി കഴിച്ചു. ബിരിയാണി കൊള്ളാവുന്ന ഒരു ഫുള്ള് ട്രൈ ചെയ്തോളെ. ഈ വഴിക്കൊക്കെ യാത്ര ചെയ്യുന്നവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയൊരു അത്യാവശ്യം പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ഇതാണ്. തൃശ്ശൂരിൽ നിന്ന് കയറി ഹൈവേയിലോട്ട് ഡ്രൈവ് ചെയ്തുകൊണ്ട് പോയി അതുകൊണ്ട് മുന്നോട്ട് പോയാൽ തന്നെ കുറച്ച് കാണാം നമ്മളെ ലെഫ്റ്റ് സൈഡിൽ. ഓക്കെ, അപ്പം പോട്ടെ. ഇന്ന് ആർസിട്ടാ ആർസിന്റെ കോപ്പി. ഇപ്പോൾ RC വേണം, പാൻ കാർഡ് വേണം, ആധാർ കാർഡ് വേണം അല്ലേ? വീഡിയോ എടുക്കണ്ടേ? നിങ്ങളെ കൊടുക്കാൻ കംപ്ലൈന്റ് ചെയ്യാനാ? നിങ്ങൾ ഇങ്ങനെ അനധികൃതമായി നിങ്ങളെ ഫാസ്ടാഗ് കൊടുക്കല്ലോ ഇവിടെ. 7561 855 725. ഡേറ്റ് ഓഫ് ബർത്ത് ഇതിപ്പോ തന്നെ ആക്റ്റീവ് ആവും. 2 മണിക്കൂറിന്. അപ്പൊ നമുക്കിപ്പോ എങ്ങനെ പാസ് ചെയ്ത് പോലെ പൈസ കൊടുത്ത് പോവാം അല്ലേ? പിന്നെ നമുക്ക് ഇത് യൂസ് ചെയ്ത് വരും അല്ലേ? അക്കൗണ്ട് നമ്പർ എങ്ങനെ അതില്? അക്കൗണ്ട് നമ്പർ എങ്ങനെ? ഇല്ല, ഞാൻ യൂട്യൂബിൽ വരുള്ളൂ, അത്ര വേറെ പ്രശ്നം.
RC വേണം, പാൻ കാർഡിൻ്റെ കോപ്പി. പാൻ കാർഡ് വേണം നിർബന്ധമാണ്. ഫാസ്ടാഗ് ഇല്ലായിരുന്നു. പാലിയേക്കര ടൂൾ ബൂത്ത് എത്തി. അതിൻ്റെ തൊട്ട് അടുത്ത് തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഫാസ്ടാഗ് എടുക്കാനുള്ള ഓപ്ഷൻ അവരിവിടെ ഉണ്ട്. അപ്പം ഞാൻ എടുക്കാൻ എത്ര 500 രൂപ, അതിൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് 200 രൂപ, ബാക്കി 100 രൂപ നമ്മുടെ എന്തോ അവരുടെ ഈ ടാഗിൻ്റെ പൈസയും. 2 മണിക്കൂർ കഴിഞ്ഞ് ആക്റ്റീവ് ആവും. ഇപ്പം പോകുമ്പോൾ ക്യാഷ് കൊടുത്ത് പോവാം. അപ്പോൾ പെട്ടെന്ന് സംഭവം നടക്കുന്നുണ്ട്. നമ്മുടെ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഫാസ്ടാഗ് ആയി. ഇനിയിപ്പോൾ എന്തായാലും കഴിഞ്ഞ ഡിസംബർ തൊട്ടിട്ട് ഫാസ്ടാഗ് ഇല്ലാതെ നമുക്ക് പാസ് ചെയ്യാൻ പറ്റൂല എന്നാണ്. പിന്നെ ക്യാഷ് കൊടുത്ത് പോകാൻ തോന്നുന്നു ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ. എന്തായാലും ഫാസ്ടാഗ് റെഡിയാക്കാൻ വളരെ സിമ്പിളാണ്. പിന്നെ ഓൺലൈനായിട്ടും പറ്റും, പക്ഷെ അത് എടുത്തു കഴിഞ്ഞ് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് കൊറിയറായിട്ടൊക്കെ എത്താറാണ്. ഇപ്പോൾ ഇത് ഓക്കെയാണ്, ഇതാണ് സിമ്പിൾ. ഫ്രം 1 ജനുവരി 2021 2021 ജനുവരി 1 മുതൽ എല്ലാവരും ഫാസ്ടാഗ് വഴിയേ ടോൾ പിരിവ് ഉണ്ടാവുള്ളൂ എന്നാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഫൈൻ ഉണ്ടാവും. ഇപ്പോൾ ടോളിൽ ഇതില്ലാതെ നമ്മൾ പോയാലും ഇപ്പോൾ ഫൈൻ അടിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ഏത് വണ്ടിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇത് ഗൾഫ് സിസ്റ്റം പോലെ ആവുകയാണ്, സാലിക്കൊക്കെ പോലെ അല്ലേ. ഇത് കഴിഞ്ഞ ഡിസംബറിൽ ആയിരുന്നു പറഞ്ഞിരുന്നത്. അത് വീണ്ടും നീട്ടിയിട്ട് ആക്കിയതാവും ചിലപ്പോൾ, ഈ കൊറോണ ഒക്കെ ആയതുകൊണ്ടാവും. കൊച്ചി എത്തി. അത്യാവശ്യം നല്ല വൈകുന്നേരം 5 മണി. നമ്മൾ വിചാരിച്ച് കുറച്ച് നേരം വഴി. നമ്മൾ പോകേണ്ട സ്ഥലം 5 മണിക്ക് മുമ്പിട്ട് എത്തേണ്ടതാണ്. പക്ഷെ 6 മണി വരെ ആളുകൾ അവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി അരമണിക്കൂർ കൊണ്ട് നമുക്ക് എത്തേണ്ട സ്ഥലത്ത് എത്തും. അതുകൊണ്ട് തന്നെ പ്രശ്നമില്ല. എന്തായാലും ഞാൻ ഇപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം മീൻസ് ഇതിലൂടെ പാസ് ചെയ്തിട്ടുണ്ടെങ്കിലും മെട്രോ ഒക്കെ വന്നതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം. കൊച്ചി നമ്മുടെ മെട്രോപൊളിറ്റൻ സിറ്റി അല്ലേ? പിന്നെന്താണ് കച്ചറ മാലിന്യ സംസ്കരണം അതൊക്കെ ഉഷാറായി വരുന്നുണ്ട്. കച്ചറ എടുക്കുന്നുണ്ടല്ലേ? ഒക്കെ ശരിയാവും. പാലങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലേ? അത് ഇങ്ങനെ കാണുമ്പോൾ നല്ല ഉഷാറായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ നല്ല ട്രാഫിക് ഉണ്ട്. നമ്മളെ സമയം കഴിയുമോ എന്നാണ് സംശയം. ബിസ്മി അത് കാണുന്നത്. ബിസ്മി ഹൈപ്പർ മാർക്കറ്റ്. പരിചയം ഉണ്ടാവും ഒരുപാട് ആളുകൾക്ക്. നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലെ എറണാകുളത്ത് അല്ലല്ലേ? എങ്ങനെയാണ് ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് കണ്ടുകൊടുത്തത്? എറണാകുളത്ത് എന്നുള്ളതല്ല, ഇവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിലും പഠിക്കാം. കേരളത്തിലുടനീളം പഠിക്കുന്നുണ്ട് ആളുകൾ. അതിൽ കൂടുതലും നമ്മുടെ യൂട്യൂബിലൂടെയാണ് ആളുകൾ ഡിജി മാർക്കിലേക്ക് കൂടുതലും എത്തിയത്. യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടാണ് കൂടുതലും ആളുകൾ ഡിജി മാർക്കിലേക്ക് എത്തിയത്. അതിൽ സൈറും ഈ പറഞ്ഞ പോലെ യൂട്യൂബിലാണെന്ന് തോന്നുന്നു കൂടുതലും കണ്ടിരുന്നത്. യൂട്യൂബിൽ കണ്ടതിന് ശേഷമാണ് ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന വിഷയത്തിനെ കുറിച്ച് അറിഞ്ഞ് പിന്നെ അതിൽ പഠിക്കുന്നത്. ഇപ്പോൾ സ്റ്റിൽ വ്ളോഗിങ്ങും ചെയ്യുന്നു. എന്തായാലും ഓൾ ദി ബെസ്റ്റ് സൈറിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും ഓൾ ദി ബെസ്റ്റ്.
കൊച്ചി മേയറായി ചുമതലയേറ്റ അഡ്വക്കേറ്റ് എം അനിൽകുമാർ. കൊച്ചി ആയതുകൊണ്ട് കൊച്ചി എഡിഷനാകും. അപ്പോൾ കൊച്ചിയുടെ കോർപ്പറേഷൻ്റെ കാര്യമാണ് ഫസ്റ്റ് തന്നെ കാണിക്കുന്നത്. ഏകദേശം കോർപ്പറേഷൻ അതുപോലെ നഗരസഭാ ചെയർമാന്മാരുടെയൊക്കെ തിരഞ്ഞെടുപ്പായിരുന്നു. അതിൽ 6 കോർപ്പറേഷനിൽ 5 ഇടതുപക്ഷമാണ്, 1 മാത്രം UDF, അത് കണ്ണൂർ. നഗരസഭയിൽ 43ഓളം നഗരസഭകൾ LDF തന്നെ, 41 UDF. നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ വീട്. വീട് മീൻസ് ഞങ്ങൾ ഇന്നലെ നിന്ന് വീട്. അപ്പം വ്ളോഗ് ഇന്നലെ രാത്രി വൈൻഡപ്പ് ചെയ്യാനൊക്കെ വിട്ടു. അല്ല സോറോ നമ്മൾ നേരം വൈകിയല്ല. പിന്നെ ആളെ കണ്ട് അങ്ങനെ സംസാരമൊക്കെ കഴിഞ്ഞ് അങ്ങനെ പിന്നെ വീട്ടിലെത്തി കിടന്നു. അപ്പം വ്ളോഗ് ഇപ്പം വൈൻഡപ്പ് ചെയ്യാനുള്ളൂ, കൊച്ചിയിലെ വ്ളോഗ്. ഇനി നമുക്ക് ഇവിടുന്ന് അടുത്ത പാർട്ട് 2 വരും. അപ്പോൾ അത് കാണുക. നമ്മൾ ഒന്നല്ലെങ്കിൽ ചിലപ്പോൾ രാമേശ്വരത്തൊക്കെ ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പൊന്മുടിയിലേക്കായിരിക്കും. ഏതാണെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അപ്പം നമുക്കിവിടെ കുറച്ചും കൂടി പരിപാടി ഉണ്ട് കൊച്ചിയിൽ. അപ്പോൾ അതൊക്കെ രാവിലെ കഴിച്ചിട്ട് അതിനെക്കുറിച്ചിട്ട് ഞാൻ ആലോചിക്കുള്ളൂ. അപ്പോൾ ഓക്കെ, ടാറ്റ ബൈ ബൈ. നമുക്ക് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. അസർ പറഞ്ഞു കൊടുത്തല്ലടാ, അസമോട് പറഞ്ഞു കൊടുത്തില്ലേ? അതന്നെ, ഉറങ്ങി എണീച്ചിട്ടുള്ളേ ഇതിലാണ്. അപ്പോൾ ഓക്കെ, ടാറ്റ ബൈ. നമുക്ക് അടുത്തതിൽ കാണാം.